മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് വനത്തിനുള്ളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തയ്യാറാക്കിയ നവകിരണം പദ്ധതി പകുതി വഴിയിൽ നിലച്ച നിലയിൽ. നിലമ്പൂർ വനമേഖലയിൽ മാത്രം 100-ലധികം പേരാണ് വീടും സ്ഥലവും വിട്ടു നൽകാൻ തയ്യാറായി കാത്തിരിക്കുന്നത്. 5 വർഷം പിന്നിട്ടിട്ടും പണം നൽകാൻ സർക്കാർ ഇനിയും തയ്യാറായില്ല. ാണ് ഞങ്ങൾ ഓടിപ്പോയത്. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ആന വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഏട്ടനോട് ഏട്ടൻ പറഞ്ഞു വേഗം വാതിലടച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാ ലൈറ്റും കൂടി ഇട്ട് കിടക്കല. ഇവിടെ രാത്രി ആയാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഒന്ന് ഇരുട്ടിയാൽ പുറത്തിറങ്ങാനാകില്ല ആർക്കും. ആന ഇറങ്ങും ഏത് സമയത്തും. വീടും സ്ഥലവും വിട്ടു നൽകാൻ തയ്യാറാണ് ഈ കുടുംബങ്ങളെല്ലാം. പക്ഷേ സർക്കാരിൻ്റെ പദ്ധതി നീളുകയാണ്. ഞങ്ങൾക്ക് തലമെന്നെ വീണാലും ഒരു പനി വന്നാലും ഒരു വണ്ടി വിളിച്ചാൽ വരുന്നില്ല. ഇപ്പോൾ വിളിച്ചാലും എന്താ പറയുക, ആനുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് വരാത്തത്. ഞങ്ങൾ ആ കഷ്ടത്തിലായിരിക്കണം. ആത്മഹത്യയായി ചെയ്യേണ്ടതിന് ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കണേ. പിന്നെ ഈ കുട്ടികൾ സ്കൂളിൽ പോണ കുട്ടികൾ ഒരാൾ കൊണ്ടാക്കി പോരുന്നവരെ. പന്നിയങ്കോട് 2 ദിവസം മുമ്പ് രാത്രിയിൽ കാട്ടാന വന്ന് മറിച്ചിട്ട തെങ്ങും കവുങ്ങുമാണിത്. തെങ്ങ് വീണ് വീടിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഇവിടെ തന്നെ ആന ഇപ്പോൾ 2 കൊല്ലമായിട്ട് ആന അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. വൈകുന്നേരം ആയാലും പകലൊക്കെ ആ ഭാഗത്ത് ആൾക്കാരുണ്ടായിരുന്നു, ഒക്കെ പോയി. പന്നിയങ്ങാട് ആ ഭാഗത്ത് ഒക്കെ വാടകയ്ക്ക് പോയി. ഇവിടെയും കുറേ വീടുകളുണ്ടായിരുന്നു. ഈ ആന ശല്യം കൊണ്ടൊക്കെ വേറെ പോയി. പ്രായപൂർത്തിയായ 2 അംഗങ്ങളെ ഒരു യൂണിറ്റായി കണക്കാക്കി 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി ചാലിയാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട അകമ്പാടം വില്ലേജിലെ 64 കുടുംബങ്ങളുടെ രേഖകൾ 2021 റവന്യൂ വിഭാഗം പരിശോധന നടത്തിയതാണ്. ഇതിൽ ആദ്യഘട്ടത്തിൽ 100ഓളം കുടുംബങ്ങൾക്ക് പദ്ധതി ഗുണകരമായെങ്കിലും 2ാം ഘട്ടം പാടെ പാളിയ നിലയിലായി. ഇതുമൂലം ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അകമ്പാടം വില്ലേജിലെ 64 കുടുംബങ്ങൾ. പദ്ധതി വന്നപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹിയറിങ്ങിൽ ഞങ്ങൾ ഉൾപ്പെട്ടില്ല. 2ാമത്തെ ഹിയറിങ്ങിൽ ഉൾപ്പെട്ടു. പക്ഷേ ആ 2022 2ാമത്തെ ഹിയറിംഗ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. ആ ഫണ്ട് കിട്ടിയാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്ന് പോകും. ആനശല്യം അതിനാണ് പ്രധാന വിഷയം. സർക്കാരിനോട് ഒന്നേ ഇവർക്ക് പറയാനുള്ളൂ. ആന വന്ന് തെങ്ങും കവുങ്ങും പനി എന്താ നശിപ്പിച്ചാൽ ബാക്കി എല്ലാം ഇപ്പം നരിയും വന്നിക്കണമെന്നാണ് പറയണത്. എങ്ങനെ ഞങ്ങളിവിടെ പാർക്കാം? അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ വാടകയ്ക്ക് മാറിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് നിവർത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ ജീവന ഭയങ്കര ഭീഷണിയാണ്. ശാന്തകുമാർ വള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.